ഇന്ന് മലയാളികൾക്ക് ഉത്രാടപ്പാച്ചിലാണ്. ഓണാഘോഷങ്ങൾ ഗംഭീരമാക്കാൻ അവസാനവട്ട നെട്ടോട്ടത്തിലാണ് കേരളക്കര. തിരുവോണ സദ്യയ്ക്കുള്ള പച്ചക്കറികൾ, ഓണക്കോടി, പൂക്കളത്തിനുള്ള പൂക്കൾ എന്നിവ വാങ്ങാൻ വിപണികളിൽ ജനങ്ങളുടെ കൂട്ടത്തോടെ അവർ എത്തുന്ന ദിവസമാണ് ഉത്രാടപ്പാച്ചിലായി മാറുന്നത്. തൃക്കാക്കര, ശബരിമല, ഗുരുവായൂർ, ആറന്മുള ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വലിയ തിരക്കാണ് എന്നുള്ളത് കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയുകയാണ്. എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് MS വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. വീണ, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ചിങ്ങം പിറന്നപ്പോഴേ ഇവിടെ മലയാളക്കര പാച്ചിലായിരുന്നു, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്കിലും ചിലതൊക്കെ നമ്മൾ മറക്കും കേട്ടോ. അവസാന വട്ടം ആ മറന്നതൊക്കെ വാങ്ങാനുള്ള പാച്ചിൽ, ഒപ്പം തന്നെ നാളെ അത്തപ്പൂക്കളം ഒരുക്കണം, അങ്ങനെ വലിയ തിരക്കുള്ള നിമിഷങ്ങളിലേക്ക് നമ്മുടെ നഗരം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മണിക്കൂറിൽ തലസ്ഥാനത്തെ കാഴ്ചകൾ? രാഖി, തിരക്ക് കൂടുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ 7 മണിക്ക് നമ്മൾ ചാല മാർക്കറ്റിൽ കണ്ട കാഴ്ചയിൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തിരക്ക് കൂടിയിരിക്കുകയാണ്. വാഹനങ്ങളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആൾക്കാരുടെ വലിയ തരത്തിലുള്ള ഒഴുക്കാണ് ചാല മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സർവത്ര സാധനങ്ങൾക്കുമായിട്ടുള്ള ഒരു ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് മലയാളികൾ. അതെന്തെങ്കിലും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, മനസ്സിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയും ഒപ്പം തന്നെ ചീട്ടൊക്കെ എഴുതി എത്തുന്നവരുണ്ട്. വിഭവങ്ങൾക്കുള്ള പച്ചക്കറി വാങ്ങൽ, അതുപോലെ തന്നെ പൂക്കളത്തിനുള്ള പൂക്കൾ, പുതുവസ്ത്രങ്ങൾ വാങ്ങൽ, അങ്ങനെ എല്ലാം വാങ്ങുവാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് മലയാളികൾ എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സദ്യയിൽ, അല്ലെങ്കിൽ നമുക്ക് സദ്യ കഴിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ആവശ്യമുള്ള സാധനമാണ് വാഴയില. ആ വാഴയിലയാണ് ഇവിടെ ഇങ്ങനെ വിൽപ്പനയ്ക്കായി നിരത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആവശ്യക്കാർ നിരവധി പേര് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അവർ നിരവധി എണ്ണം പറഞ്ഞ് തന്നെയാണ് വാഴയിലയും വാങ്ങാൻ പോകുന്നത്. ഇപ്പോൾ റെഡിമെയ്ഡ് ഓണത്തിൻ്റെ കാലമാണ്. പലതരത്തിലുള്ള ഇലകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സദ്യ ആകണമെങ്കിൽ അതിൽ ഇല, അതായത് വാഴയിലേക്ക്, തുമ്പലയ്ക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇത് വിൽപ്പന നടത്തുന്ന ചേട്ടനും കൂടെ ചേരുകയാണ്. എങ്ങനെയാണ് ഇലയുടെ റേറ്റ്? ഇല 10 രൂപ, 20, 2 ഐറ്റം ഉണ്ട്. കച്ചവടം ഉണ്ടോ? കച്ചവടം കുറവാണ്. കൂടുതലായിട്ട് വില കുറവ്, കച്ചവടം കുറവാണ്. എങ്ങനെയാ വാങ്ങിക്കുന്നത്? 2, 3 ആയിട്ടാണോ അതോ 10? 5, 3 വീട്ടിൽ ആവശ്യങ്ങളായി 5, 10 ആവശ്യങ്ങളായി വാങ്ങി. ആളുകൾക്ക് ചെറിയൊരു സംശയം കാണുമല്ലോ, പെട്ടെന്ന് ഇല വാടിപ്പോവുമോ, കരിഞ്ഞു പോവുമോ? എന്തായാലും വാങ്ങി, ആവശ്യകര സാധനം വാങ്ങി. എത്ര ആയി വാങ്ങി? സാധാരണ ഓണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ ഓണം പോലെ തിരക്കുണ്ടോ ഇത്തവണ? കുറവാണ്. കൂടുമോ അടുത്ത മണിക്കൂറുകളിൽ? ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. കൂടും, ആള് കൂടും. മഴ ഇടയ്ക്കിടയ്ക്ക് വില്ലനാവുന്നോ? മഴ ഉണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആൾക്കാരുണ്ട്. തിരുവനന്തപുരത്തെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലയിലുള്ളവർ തന്നെയാണ് കൂടുതലായും വാഴയില വാങ്ങുന്നത് എന്നുള്ളതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും വീടിൻ്റെ പരിസരത്തടക്കം ഈ കൃഷിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വാഴയിലയുടെ ലഭ്യത അവിടെ ഉള്ളത് കൊണ്ടതിനാൽ തന്നെ അത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ അതിനുള്ളൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നഗരപ്രദേശങ്ങൾക്കുള്ളവരാണ് ഈ വാഴയില വാങ്ങുന്നതിനും മറ്റുമായി എത്തുന്നത്. നമ്മൾ പച്ചക്കറി കടകളിലേക്ക് വരികയാണെങ്കിലും തിരക്കാണ്. അത് വിഭവങ്ങൾക്കുള്ള എല്ലാ പച്ചക്കറികളും വാങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. നമുക്ക് എന്തായാലും അവരോട് കൂടി ചോദിക്കേണ്ടത് എങ്ങനെയാണ്, ഉത്രാടപ്പാച്ചിലാണോ? തിരക്കുണ്ടോ സാധാരണ ഇവിടെ വന്നപ്പോ? നല്ല തിരക്കാണ്. എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വില? കൂടുതലാണ്. കഴിഞ്ഞ തവണ കൂടുതലാണ്. എല്ലാ ഒരുക്കങ്ങളെല്ലാം ആയോ? ഒരുക്കങ്ങളായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുമല. ഇത് കുടുംബസമേതം രാവിലെ എത്തി ഈ കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ നോക്കി എത്തുന്നവരാണ്. അതായത് വീണ, ഞാനിങ്ങനെ ഈ അവരുടെ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഓർക്കുകയായിരുന്നു, ഈ ഒരു ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആഘോഷമാണല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ നാളെ ഓണത്തിന്, ഇന്ന് ഉത്രാടമാണ്, ഉത്രാട സദ്യയുണ്ട്, ഒപ്പം തന്നെ നാളെ തിരുവോണ സദ്യക്ക് ഇങ്ങനെ സദ്യ വിളമ്പുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആ സദ്യ ഒരുക്കൽ, ഒപ്പം തന്നെ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നത്, ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുത്തനുടുപ്പുകൾ വാങ്ങുമ്പോൾ അതിന് ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങുന്നു. അത് തന്നെ വലിയൊരു ആഘോഷമല്ലേ? തീർച്ചയായും രാഖി പറഞ്ഞതുപോലെ തന്നെയാണ്. അതൊക്കെ വലിയ ആഘോഷം തന്നെയാണ്. ഇന്നിപ്പോൾ ഒന്നാം ഓണമാണ്. ആ ഒന്നാം ഓണത്തിനുള്ള ഒരുക്കങ്ങൾ ഒരുവിധം വീട്ടിൽ തയ്യാറാക്കിയതിന് ശേഷമാണ് കുടുംബിനിമാർ, അമ്മമാർ, സഹോദരിമാരൊക്കെ നാളത്തേക്കുള്ള ഒരുക്കങ്ങൾക്കായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. മഴ തോന്നു നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു ഓണം എത്തുമ്പോൾ, ഒരു പുതുവർഷത്തിൻ്റെ ആരംഭം, അതൊരുപാട് പ്രതീക്ഷ നൽകുന്നു. ഒത്തുചേരലിൻ്റെ, സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ ഒക്കെ മുഹൂർത്തമാകുമ്പോൾ, തീർച്ചയായും അതായത് ഈ പറഞ്ഞതുപോലെ വലിയ ഒരു തിരക്കിലേക്ക് നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് വീണ നൽകിയ വിശദാംശങ്ങൾ. എന്തായാലും തിരുവോണ സദ്യ ഒരുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മലയാളക്കര.